ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ബെൽഫാസ്റ്റിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക് ബെൽഫാസ്റ്റ്, അതായത് ടൈറ്റാനിക് ബിൽഡ് ചെയ്തത് ബെൽഫാസ്റ്റിലാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വലിയൊരു മ്യൂസിയം ഉണ്ട്. അതാണ് ആക്ച്വലി ബെൽഫാസ്റ്റിലെ ഏറ്റവും റേറ്റഡ് ആയിട്ടുള്ള അട്രാക്ഷൻ. അപ്പം ഇന്ന് ഈസ്റ്റർ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ എയർബിഎൻബിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. പക്ഷേ പ്രത്യേകിച്ച് ബസ്സൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സിറ്റിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു വലിയ ജംഗ്ഷൻ എത്തുമ്പോഴേക്കും കുറച്ചും കൂടി ബസ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു റൂട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നടക്കുകയാണ്. പക്ഷേ ഒരു ബസ്സിനെ ഇതുവരെ കണ്ടില്ല. അപ്പം നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, പക്ഷെ ഒരു 10-20 മിനിറ്റ് എടുക്കും ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ എത്താൻ. അപ്പോൾ നമുക്കിന്ന് ടൈറ്റാനിക് ബെൽഫാസ്റ്റിലെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ വിജനമായ ബെൽഫാസ്റ്റ് സിറ്റിൻ്റെ നടുവിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. ഏകദേശം 1.6 മൈൽസ്, അതായത് ഒരു 2.5 കിലോമീറ്ററാണ് കാണിച്ചത് ഞങ്ങളുടെ എയർബിഎൻബിന്ന് ടൈറ്റാനിക് ബെൽഫാസ്റ്റിലേക്ക്. അപ്പോൾ ആ ദൂരം തന്നെ ഞങ്ങൾ നടക്കും. ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിലെത്തും. ഏതെങ്കിലും വഴിക്ക് എക്സ്ട്രാ ഉണ്ടോ എന്ന് നോക്കും. ഒന്നുമില്ല. ആ നേരത്തെ കാണിച്ച, അതായത് 1 മണിക്കൂറോ അരമണിക്കൂറോ കഴിഞ്ഞിട്ടുള്ള ബസ് മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇപ്പോൾ ഞങ്ങൾ ടൈറ്റാനിക് ബെൽഫാസ്റ്റ് വരെ നടന്നെത്തും. അതാണ് പരിപാടി. സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര വിജനമാണ്. വളരെ കുറച്ച് കാറുകൾ പോകുന്നുള്ളൂ. ഈ കാണുന്ന പോലെ. Services. Tanya rules the waves. I hear Cunard is faster now. Matter of speed. Then luxury, James. That's the mark of the White Star Line. Like this, gonna rock the party non-stop. Like this, gonna like this, gonna rock the party non-stop. My dad got me with start, then my brothers after me. You could hear the noise from where we lived, but nothing prepared you for the size of the place. They put me to work on 401. That's what we called her. We knew she'd be the largest passenger ship in the world, but we didn't call her Titanic then. I was there from the beginning. I watched the ship raise lay the keel blocks. They set big wooden blocks on the slipway to start with. Then the keel at top of it. The windows were light, and the constant hammering against the shell plates. You could hear it all over Belfast. ഞങ്ങളിപ്പോൾ ഉള്ളത് ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ലോഞ്ച് സൈറ്റ് കാണുന്നൊരു പോയിന്റിലാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ടൈറ്റാനിക്കിൻ്റെയും അതിൻ്റെ സിസ്റ്ററായ ഒളിമ്പിക് എന്ന് പറയുന്ന ഷിപ്പിൻ്റെയും രണ്ടിൻ്റെയും ലോഞ്ച് സ്ലിപ്പ് വേ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഈ സ്പോട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഇതപ്പം ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ഷിപ്പ് പണി കഴിഞ്ഞതിന് ശേഷം നേരെ വെള്ളത്തിലേക്ക് തള്ളി വിടുന്നൊരു ഭാഗം. ഒരെണ്ണം ടൈറ്റാനിക്കിൻ്റെയും മറ്റേ ഒരെണ്ണം ഒളിമ്പിക്കിൻ്റെയാണ്. അങ്ങനെ ടൈറ്റാനിക് ബെൽഫാസ്റ്റിൻ്റെ ടൂർ കഴിഞ്ഞു. ഞങ്ങളിത് പുറത്തെത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് കേട്ടോ. കാരണം ടൈറ്റാനിക് ബിൽഡ് ചെയ്തത് തൊട്ട് അതിൻ്റെ ഫസ്റ്റ് ജേർണി, അതിൻ്റെ ട്രയൽ, അത് ഐസ്ബർഗിൽ ഇടിക്കുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ സംഭവിച്ചു, എത്ര പേര് മരിച്ചിട്ടുണ്ട്, അവരുടെ ഫുൾ ലിസ്റ്റ്, അതായത് മരിച്ചവരും രക്ഷപ്പെട്ടവരും അവരുടെയൊക്കെ ഫുൾ പേര് വീതം എഴുതി വെച്ചിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഭയങ്കര വിഷ്വലി ഇവർ അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. പല പല വീഡിയോസും പല പല എന്താ പറയുക സാമ്പിളായിട്ടുള്ള ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഷിപ്പ് യാർഡിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്ന പോലത്തെ ഒരു റൈഡൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പം ബെൽഫാസ്റ്റിൽ വരുന്ന ആൾക്കാർ എന്തിനായാലും ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചത് ടൈറ്റാനിക്കും അതിൻ്റെ സിസ്റ്റർ ഷിപ്പായ ഒളിമ്പിക്കും ആദ്യമായിട്ട് വെള്ളത്തിലേക്ക് പോയ ഷിപ്പിൻ്റെ ശില്പയാണ് ഈ കാണുന്നത് ബാക്കിലുള്ളത്. അതവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം നല്ലൊരു സ്പോട്ടാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒളിമ്പിക്കിൻ്റെയും ടൈറ്റാനിക്കിൻ്റെയും സ്പിൽവേയിലാണ്. അപ്പോൾ ലെഫ്റ്റിലാണ് ടൈറ്റാനിക്കിൻ്റെ സ്പിൽവേ, റൈറ്റിലാണ് ഒളിമ്പിക്കിൻ്റെ സ്പിൽവേ. ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ത് കമ്പോണൻ്റാണ് ഇവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഇപ്പം നമ്മുടെ സ്മോക്ക് പൈപ്പിൻ്റെ, അതായത് ആ ചിമ്മിണിയുടെ ആ ഒരു ഡയമെൻഷനാണ് കാണുന്നത്. ഫസ്റ്റ് ചിമ്മിണി ഇവിടെ ആയിരുന്നു വന്നത്.
സെക്കൻഡ് ചിമ്മിണി കുറച്ചുകൂടെ അപ്പുറത്ത്, പിന്നെ ലൈഫ് ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഷിപ്പിൻ്റെ ഓരോരോ കമ്പോണൻ്റ് എവിടെയായിരുന്നു ഇത് ഇവിടെ നിന്ന് സ്പിൽവേയിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ടൈറ്റാനിക് പോലത്തെ ഒരു കപ്പൽ, അതായത് ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു കപ്പൽ സ്പിൽവേയിലേക്ക്, അതായത് ഇനീഷ്യലി ലോഞ്ച് ചെയ്ത സ്ഥലത്ത് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് കൂട്ടുന്നു. അപ്പോൾ ഏതായാലും ടൈറ്റാനിക് ബെൽഫാസ്റ്റ് അടിപൊളിയാണ്. ഇനി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 10:30-ക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഇനി വേറെ പരിപാടികളൊന്നുമില്ല, അതായത് പ്ലാൻഡ് പരിപാടികളൊന്നുമില്ല. വേറെ എന്തെങ്കിലും സൈറ്റ് സീയിങ് അട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ കയറുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മിക്കവാറും കുറച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് പോകും. കാരണം ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് വണ്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പം നോക്കട്ടെ, ഒന്നെങ്കിൽ ക്യാബ് അല്ലെങ്കിൽ വല്ല എയർപോർട്ട് ലിങ്ക് ബസ് വല്ലതും കിട്ടുവാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. ഇതാണ് SS നൊമാഡിക്, അതായത് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന് പറഞ്ഞ കപ്പലുണ്ടാക്കുന്ന കമ്പനി, അതായത് ടൈറ്റാനിക് ഒളിമ്പിക്കൊക്കെ ഉണ്ടാക്കിയ കമ്പനിയുടെ ലാസ്റ്റ് എക്സിസ്റ്റിംഗ് ഷിപ്പാണിത്. അപ്പോൾ ഇതിപ്പോൾ ഓടുന്നൊന്നുമില്ല, ഇത് ചുമ്മാ ഇങ്ങനെ ഒരു ഡോക്കിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ടൈറ്റാനിക്കിന് അത്രയൊന്നും വലുപ്പമൊന്നുമില്ല, ചെറിയൊരു ഷിപ്പ്, ഒരു പോക്കക്കുഴലിലേക്ക് കാണുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പം SS നൊമാഡിക്കിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ടൈറ്റാനിക്കിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നൊമാഡിക്കിൻ്റെ എൻട്രൻസ് ഫ്രീ ആണ്. ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞു. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ അകത്ത് കയറി. ഇത് നല്ലൊരു രസമുണ്ട്, ഏകദേശം ഒരു കൊട്ടാരം പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. നല്ല ഇൻറ്റീരിയറാണ്, കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഞങ്ങളിതാ നൊമാഡിക്കിൻ്റെ അടിയത്തൊരു ഫ്ലോറിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, ടൈറ്റാനിക്കൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ സ്റ്റീൽ കൊണ്ടുള്ള റിവറ്റ് ജോയിൻറ്റ് വെച്ചിട്ടുള്ള കണക്ഷൻസാണ് ഇവിടെ കാണുന്നത്. അത് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനാണ് മറ്റേ ടൈറ്റാനിക്കിൽ ഐസ് ഇടിച്ചപ്പോൾ, മഞ്ഞാട്ടം ഇടിച്ചപ്പോൾ പൊളിഞ്ഞു പോയത്. ഇതുപോലത്തെ ഒരു ഇരുമ്പ് കഷ്ണമാണ് പൊളിഞ്ഞു പോയത്. അപ്പോൾ അത് നല്ലൊരു ഷിപ്പ് തന്നെയാണ്, പക്ഷേ ടൈറ്റാനിക്കിന് അത്ര വലുപ്പമൊന്നുമില്ല. Legal England latest fashion trends to show off an American ballroom. So I saw is a yacht one scandal of
SS നൊമാഡിക് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഡർ ഷിപ്പാണ്. ടെൻഡർ ഷിപ്പ് ടു ടൈറ്റാനിക്. അപ്പോൾ ടെൻഡർ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക് പോലുള്ള വലിയ വെസലിലേക്ക് പാസഞ്ചേഴ്സിനെയും കാർഗോനെയും കൊണ്ടുപോകുന്ന ചെറിയൊരു ഷിപ്പ്. അതായിരുന്നു നൊമാഡിക്കിൻ്റെ മെയിൻ പർപ്പസ്. അപ്പം നൊമാഡിക് പിന്നീട് വേൾഡ് വാർ 1ഉം 2ഉം പോലത്തെ യുദ്ധങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്. ഇതിപ്പം ബെൽഫാസ്റ്റിൽ ടൈറ്റാനിക് ബെൽഫാസ്റ്റിന് തൊട്ടടുത്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിലൊക്കെ അടിപൊളിയാക്കിയിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു സെറ്റപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ടൈറ്റാനിക് ബെൽഫാസ്റ്റ് വരുന്ന ആൾക്കാർ എന്തുതന്നെയാലും നൊമാഡിക്കിലേക്കും കൂടി വരണം. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ബെൽഫാസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ബെൽഫാസ്റ്റിലെ ഈ ഒരു ചെറിയ ട്രിപ്പല്ല, ഒരു 3-4 ദിവസത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ബെൽഫാസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ദിവസം കാണാനുള്ളതേ ഉള്ളൂ. 4 ദിവസം ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് വേസ്റ്റ് ആയിരുന്നു. കാരണം അതിന് മാത്രം സിറ്റി അട്രാക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഒരു ഡേ ട്രിപ്പ് ഉണ്ടായിരുന്നു, അതായത് ജയൻറ്റ് കോസ്വേയിലേക്ക്, പിന്നെ ഈ ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഇതാണ് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പം ഒരു 2 ദിവസം 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. നല്ലൊരു സ്ഥലം തന്നെയാണ് ബെൽഫാസ്റ്റ്. അങ്ങനെ ഞാനിതാ ഇപ്പം UK എല്ലാ കൺട്രീസും, അതായത് ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, അങ്ങനെ ഇതെല്ലാം കവർ ചെയ്തു. അപ്പം ബെൽഫാസ്റ്റ് എല്ലാവർക്കും വരാവുന്നൊരു സിറ്റി തന്നെയാണ്. അപ്പോൾ ഇനി വേറൊരു ട്രിപ്പോടുകൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. Non-stop like